വെൽക്കം ടു ആഷ്നാഷി യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അതിന് പറ്റിയ സന്ദർഭവും സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഇപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ലോങ് വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. വീട്ടിൽ നിൽക്കുന്ന കൊലത്തിൽ നിൽക്കണേ റെഡി ആവണം. പിന്നെന്താ പോകണം. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. പിന്നെ എൻ്റെ കസിൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ പകുതി വെച്ചിട്ട് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി റെഡി ആവണം. നമുക്ക് വീഡിയോയിൽ ഒന്ന് കൊണ്ടിട്ടൊരു ലിങ്ക് കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഓർക്കും എപ്പോൾ ഇവൾ ഈ ഒരു സ്ഥലത്ത് മാത്രം തന്നെ വീഡിയോ ചെയ്യത്തുള്ളാന്ന്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എല്ലാം. ഒരാളിവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ചവിട്ടിയാണ് ഇതിന്. അപ്പോൾ മോൻ തക്കിടുവാണ്. കുളിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. കുറച്ചിനെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇവൻ്റെ അമ്മയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. 3 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം ഒരാളെ ഉള്ളൂ. 2 പേരെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു പൊന്നുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് ഇടണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ഇട്ടിട്ട് ചൂടാണ്. പക്ഷെ ഇത് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ചൂടാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു ടോപ്പ് ഇതിട്ടാലോ എന്നോ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം ലാസ്റ്റ്. അപ്പം ഞാൻ ജേഴ്സി ഇടാൻ തീരുമാനിച്ചു. ഇത് ഓക്കെ ആണ്. ഈ ഒരു സമയത്ത് ചൂട് ഭയങ്കര ബ്ലാക്ക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഓർത്തു ഈ ജേഴ്സി അങ്ങ് ഇടാമെന്ന്. ഇനി നമുക്ക് ഒരുങ്ങണം. ഒരുക്കമെന്ന് പറയാനായിട്ട് ഭയങ്കര വലിയ ഒരുക്കവും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് പൗഡർ ഇടുന്നു, ലിപ് ബാം ഇടുന്നു ഒക്കെ ഉള്ളൂ. സത്യം പറഞ്ഞ ഗൈസ് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഹെയർ സ്റ്റൈല് നിങ്ങൾ പറഞ്ഞു തരണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുടി അങ്ങനെ കെട്ടാനൊന്നും അറിയത്തില്ല. വലുതായിട്ട് കെട്ടാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും ഒന്നില്ലെങ്കിൽ അയച്ചിടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കെട്ടി ഫോണിറ്റേൽ കിട്ടും. ഇതൊക്കെ ഉള്ളൂ എനിക്ക് വലിയ ഹെയർ സ്റ്റൈലൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ കെട്ടുന്നതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ മുടി അയച്ചിട്ട് കൊള്ളാമോ, അല്ലെങ്കിൽ ഞാൻ ഫോണിറ്റേൽ കിട്ടും. ഗൈസ് ആ കുരുത്തൻ കെട്ട നമ്മുടെ ബാക്കി തറയിൽ ഉണ്ട്. അതാണ് ഞാൻ തറയിലോട്ട് ഇടക്കിടക്ക് നോക്കുന്ന. പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ ഇടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് ഇടാം. ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോന്ന് മേടിച്ചാണ് ഗൈസ്. സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. കുഴപ്പമില്ല, ഓക്കെ ആണ്. ആദ്യം ഫസ്റ്റ് ടൈം എനിക്കിത് എന്തോ ഒരുമാറ്റേക്ക് തോന്നിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെയാണ്. നമുക്കിത് ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര നാണമാണ്. അങ്ങനെ ബാഗൊക്കെ തൂക്കി ഇറങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റണം. പിന്നെ ഉമ്മാമ്മ കുറേ സാധനങ്ങളൊക്കെ തരും. അതൊക്കെ വെച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ബാഗ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പറമ്പ് കേട്ടോ. കാണാം ഗൈസ്. അപ്പം ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകുതിയൊക്കെ ആകുമ്പം അവരും കയറാമെന്ന് പറഞ്ഞു ഈ ബസ്സിൽ തന്നെ. അങ്ങനെ അവിടെ എത്തി ഇറങ്ങി ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ബീച്ചിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ടിട്ട് ബീച്ചിൻ്റെ അതിൽ പോവുകയാണെങ്കിൽ ഇവിടുത്തെ കുറേ കാഴ്ചകളും കണ്ടിട്ട് പോകാനൊക്കെ പറ്റും. അപ്പം ഇവിടെ ആണെങ്കിൽ പെരുന്നാളുടെ ഇതായിട്ടാണെന്ന് തോന്നുന്നു കുറേ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിലേക്കൂടെ നടന്നു. പിന്നെ ഈ മേകളിൽ കൂടെ എന്തോ ഒരു സംഭവം പറക്കുന്നത് അതും കണ്ടിട്ടുണ്ടായി. അതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ബാക്കി എല്ലാവർക്കും നോയമ്പാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് മാത്രം നോയമ്പ് ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഉമ്മാമ്മയുടെ കൈയാണ് ഗൈസ്.
ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കസിൻസ് രണ്ടുപേരുണ്ട്. തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പം ആഴ്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആർക്കും വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അവിടെ ഒന്നും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ കസിൻസ്. ഇതെൻ്റെ കസിനാണ്. ഗൈസ്, ഇപ്പം ഞങ്ങൾ ബീച്ചിൻ്റെ അതിലേക്കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ബസ്സിലാണ് പോകുന്നത്. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഞങ്ങൾ ഇവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കാൻ പോലെടാ. പിന്നെ എൻ്റെ കസിൻസ് രണ്ടുപേരുണ്ട് കേട്ടോ. ഒരു ഗൈസ്, ഇത് ഇവിടെയുള്ള പാർക്കാണ്. അമേസിങ് വേൾഡ് എന്നാണ് പറയുന്നത്. വെച്ചിട്ട് വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ട്. അതാണ് ബാഗ് നിറച്ചുണ്ട്. അപ്പം ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് അതുകൊണ്ടിട്ട് നടക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ബാഗിനകത്ത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. ബൈ.